ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇത് നമ്മുടെ കരിനാരങ്ങയാണ്. കറി വെക്കണ നാരങ്ങയല്ല, നാരങ്ങക്കറിയൊക്കെ ഉണ്ടാക്കുന്നത്. ഇത് നഴ്സറികളിലൊന്നും കിട്ടാതെ മൂവാറ്റുപുഴയിലൊരു നഴ്സറിയിൽ നിന്ന് എനിക്ക് വളരെ കാലത്തെ അന്വേഷിച്ച ശേഷം പുള്ളി സംഘടിപ്പിച്ചുകൊണ്ട് തന്നത് 10 എണ്ണം മേടിച്ചു. 130 രൂപ കൊടുത്തിട്ടാണ് ഒരെണ്ണം വാങ്ങിയത്. 10 എണ്ണം മേടിച്ചിട്ടുണ്ട്. ഇതൊന്നും സ്വല്പം വലുതായിട്ട് എനിക്ക് കയറ്റുന്നുള്ളൂ. പിന്നെ കുറച്ച് മുളക് പൊരിച്ചിട്ട് വയലറ്റ് മുളക്, അങ്ങനെ കുറേ മുളക് കിട്ടിയിട്ടുണ്ട്. ഇന്നത്തെ വിശേഷമാണ്. ഇന്നത്തെ സ്പെഷ്യൽ വിശേഷം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാനിവിടെ നിങ്ങൾക്കറിയാമല്ലോ, ഞാനിവിടെ ഡച്ച് ബക്കറ്റ് സിസ്റ്റം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഡച്ച് ബക്കറ്റ് സിസ്റ്റം ചെയ്യാൻ നേരത്ത് ഞാൻ കുറച്ച് വെണ്ട മേടിച്ചു. അപ്പോൾ ഞാനൊരു 4 വെണ്ടയാണ് ഡച്ച് ബക്കറ്റിൽ വെച്ചിരിക്കുന്നത്. പക്ഷേ അന്നേ ദിവസം തന്നെ അതേ ഗ്രൂപ്പിൽ നിന്ന് ഞാൻ 4 വെണ്ട എടുത്ത് ഗ്രോ ബാഗിൽ നിട്ടു. അപ്പോൾ അതിന് ഗ്രോത്തിൻ്റെ വ്യത്യാസം കാണിച്ചു തരാം. ഇതാ, ഇത് കണ്ടോ, ഇതിനകത്ത് 2 ഇല എക്സ്ട്രാ വിരിക്കും. ഇത് നമ്മൾ ഡച്ച് ബക്കറ്റിൽ വെച്ചേക്കാണ്. ആ ഡച്ച് ബക്കറ്റ് ഇതിനകത്ത് ചകിരിച്ചോറും പെർലൈറ്റും മാത്രമേ ഉള്ളൂ. പക്ഷേ ഇത് നോക്കി കണ്ടോ, ഒരു വ്യത്യാസമില്ല. അതൊക്കെ കേട്ടോ, ഒരു പുതിയ ഇല പോലും വന്നിട്ടില്ല. ഞാൻ ഗ്രോ ബാഗിൽ വെച്ചാണ്. ഇത് ഞാൻ ഡച്ച് ബക്കറ്റിൽ വെച്ചതാണ്. എല്ലാത്തിലും 4 എണ്ണത്തിലും പുതിയ ഇല വന്നു. പുതിയ ഇല ഇതെല്ലാം ഞാൻ ഡച്ച് ബക്കറ്റിലാണ് ചെയ്തേക്കുന്നത്. കാരണം ഡച്ച് ബക്കറ്റ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡച്ച് ബക്കറ്റിനുള്ളൊരു പോർട്ട് വെച്ച് അതിനകത്ത് നമ്മൾ ചകിരിച്ചോറും പെർലൈറ്റും നിറച്ച് ന്യൂട്രിയൻസ് ഷെഡ്യൂളായിട്ട് കൊടുക്കുന്ന ഒരു മെത്തേഡിനാണ് നമ്മൾ ഡച്ച് ബക്കറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ ഞാനൊരു വെറൈറ്റി ചെയ്തിട്ടുണ്ട്. ഈ ഒരു ടാങ്ക് വെറൈറ്റിയാണ്. ഇത് ശരിക്കും ഒരു ക്രാക്കിംഗ് മെത്തേഡാണ്. ക്രാക്കി എന്നൊരു സയൻറ്റിസ്റ്റിൻ്റെ പേരാണ്. അപ്പോൾ ഇതിനകത്ത് എങ്ങനെ വെച്ചാൽ നമ്മൾ ന്യൂട്രിയൻസ് നിറച്ച് വെച്ചാൽ മതി. പിന്നെ നമ്മൾ വെറുതെ വെള്ളത്തിലേക്ക് അതിൻ്റെ ന്യൂട്രിയൻസിൽ വേരിട്ടേക്കാണ്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൈഡ്രോപോണിക്സ് ഒരു ബിഗിനിങ് വെർഷനാണ്. പക്ഷേ ഇതിനകത്ത് സാധാരണ ഞാനിപ്പോൾ ഇതൊക്കെ ഡീപ്പ് വാട്ടർ കൾച്ചർ കൺസിഡർ ചെയ്തിരിക്കുകയാണ്. അതായത് ഇതിനകത്ത് ഞാൻ എടുക്കാം. ഇതിൽ നമ്മൾ ഈ ഡച്ച് ബക്കറ്റിൽ വരുമ്പോൾ തന്നെ ഇതിൽ ഓരോ അരമണിക്കൂർ വേണം ഒരു മിനിറ്റ് വെള്ളം ചെയ്യും. അപ്പോൾ ഞാനെന്ത് ചെയ്തു, ഇത് വെറുതെ ഒരു പരീക്ഷണാർത്ഥം ചെയ്താണ്. ശരിക്കും ഡച്ചാണോ DWS അറിയാൻ പാടില്ല. അത് ഇതിൻ്റെ വേര് കാണിച്ചാൽ ഞാൻ എന്താ കണ്ടോ, ഒരാഴ്ചകളിലെ വ്യത്യാസം കണ്ടോ. ഇതാണ് ഇതിന് ചെയ്തിരിക്കുന്നത്. ഇത് വെള്ളം മാത്രമേ ഉള്ളൂ ഇതിനകത്ത്. മറ്റേലൊക്കെ ചകിരിച്ചോറായിട്ടാണ്. ഇത് നമ്മൾ ഡീപ്പ് വാട്ടർ കൾച്ചറിൻ്റെ ഒരു മോഡലാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതിനകത്തൊരു ഓവർഫ്ലോ പൈപ്പ് ഇട്ടിട്ടുണ്ടോ. നമ്മൾ എത്ര വെള്ളം ഇതിൽ ചുവട്ടിലേക്ക് വന്നാലും ഈ എക്സസ് വെള്ളം നമ്മുടെ ഇതിൽ കൂടി പുറത്തേക്ക് പോകും. കാണിച്ചാൽ ഇതാണ്, ഇങ്ങനെയാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ ലെവലിൽ മുകളിൽ വെള്ളം വന്നിട്ടുണ്ടെങ്കിൽ ഇത് റിട്ടേൺ പൈപ്പിലേക്ക് പുറത്തേക്ക് ഒഴുകി പോകും. അപ്പോൾ ഇതാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ക്രാക്കിയാണോ അത് മറ്റേ നമ്മുടെ DWC തന്നെ പറയാൻ പറ്റുള്ളൂ. മെത്തേഡ് ക്രാക്കിയാണെങ്കിൽ പോലും, കാരണം ഈ വെള്ളം ഈ ന്യൂട്രിയൻസ് ഇതിൽ കൊടുത്തേക്കാണ്. ഈ ന്യൂട്രിയൻസ് ഇതിലേക്ക് തുടർച്ചയായിട്ട് വന്നുകൊണ്ടിരിക്കും. ഇതിനും നല്ല ഗ്രോത്താണ് കാണുന്നത്. ഇത് തൊട്ടപ്പുറത്ത് ഇത് DWC വെച്ചേക്കാണ്, ഇത് നമ്മുടെ ഡച്ചിൽ വെച്ചേക്കാണ്. ചെറിയ വ്യത്യാസം രണ്ടിലുണ്ട്. എന്നാലും ഒരു പൂർണ്ണമായിട്ട് വ്യത്യാസം പറഞ്ഞെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞാൽ നമുക്ക് ശരിയായ ഡിഫറൻസ് പറയാൻ പറ്റുള്ളൂ. എന്തായാലും നോക്കാം. നമ്മുടെ പരീക്ഷണത്തിൻ്റെ ഭാഗമായിട്ട് നമ്മളങ്ങനെ ചെയ്തു നോക്കിയാണ്. ഇന്ന് വെച്ച് പുതിയ 2 മുളക് വെച്ചിട്ടുണ്ട്. 2 വയലറ്റ് മുളക്. ഇനി ഇത് ഈ ബാലൻസിൽ നമുക്ക് തക്കാളി വെക്കാൻ നോക്കിയിരിക്കുകയാണ്. ഇന്ന് ഉച്ച കഴിഞ്ഞ് പോയി തൈ മേടിച്ചു വന്നതിൽ തക്കാളി വെക്കണം. ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. പിന്നെ എൻ്റെ ടവറിൽ ചെടിയൊക്കെ ഒന്ന് കയറി വരുന്നേ ഉള്ളൂ. കുറച്ച് ചെടി പോയിട്ടുണ്ട്. ഇവിടെ ടെമ്പറേച്ചർ ഭയങ്കര കൂടുതലാണ്. 38 ഡിഗ്രി വരെയായിരുന്നു ഇന്നത്തെ ചൂട്. അപ്പോൾ അതുകൊണ്ട് ഈ ടെമ്പറേച്ചറിലേക്ക് നിന്ന് പോകാമെന്ന് പറഞ്ഞാൽ കുറച്ച് സാഹസം പിടിച്ച പരിപാടിയാണ്. എന്നാലും ഇതിനുള്ളൊരു താല്പര്യം കാരണമാണ് നമ്മളിങ്ങനെ ചെയ്തേക്കുന്നത്. Okay, thank you.